ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലൊന്ന് പോയിട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയെന്ന് വെച്ചാൽ എൻ്റെ പല്ലിന് കുറച്ച് പണി നടത്താൻ വേണ്ടിയിട്ട് പോയതാണ്. പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിക്ക് കൊട്ടിയത്ത് ഞങ്ങൾ ബേക്കറിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും നന്നായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ടിയുള്ളതൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്തായാലും എപ്പോഴത്തെയും പോലെ തന്നെ ഇപ്രാവശ്യം ഷെയ്ക്കാണ് മേടിച്ചേക്കുന്നത്. അതിനിപ്പം എന്ത് വയ്യായ്മ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഷേക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. പക്ഷേ വന്നപ്പോഴത്തേക്കൊരു പ്രശ്നം പറ്റി. ഒരു സ്ട്രോബെറിയും അതുപോലെ തന്നെ 2 ചോക്ലേറ്റ് ഷേക്കുമാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ആ ഷേക്കിന് അവിടെ വലിയ അടിയായിരുന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്യാൻ നേരം ഉമ്മാരോട് ചോദിച്ചതാണ് എന്ത് വേണം എന്നൊക്കെ. പറഞ്ഞ് ഇഷ്ടമുള്ള ഏതെങ്കിലും മേടിക്കുന്നു പറഞ്ഞിട്ട് ഞാനൊരു വെറൈറ്റിക്ക് ഒരു സ്ട്രോബെറി ഷേക്ക് ആരെങ്കിലും ഒരാൾ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ്. ലാസ്റ്റ് അതിന് അടിയായി. പിന്നെ സ്ട്രോബെറി ഷേക്ക് ഞാൻ തനിയെ കുടിക്കേണ്ടി വന്നു. അങ്ങനെ പിന്നെ അതിനുശേഷം ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊരു മിനി വ്ളോഗാണ് കേട്ടോ, കുറേ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നേരെ ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിലേക്ക് പോവുകയാണ്. കുറച്ച് ടാബ്ലറ്റൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിക്കണം. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വന്നു. പുണ്യക്കുട്ടനാണ് ഈ പ്രാവശ്യം എൻ്റെ കൂടെ ഇറങ്ങി വന്നത്, ആരോമിൽ ഇറങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ടാബ്ലറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് പുറത്തുനിന്ന് മേടിക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മേടിച്ചതുമായിട്ട് ഇപ്പം വണ്ടിയിലേക്ക് കയറുവാണ്. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിടുകയാണ്. കൊട്ടിയത്തിൻ്റെ ആ ഒരു പഴയ ലുക്ക് ഇപ്പോൾ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. മാളും അതുപോലെ തന്നെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ആ ഒരു ലുക്കൊക്കെ ഇപ്പം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടാസ്വദിച്ച് ഞങ്ങൾ നേരെ ഇപ്പോൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാട്ടോ ഞാൻ പറഞ്ഞ മാള്. ഇപ്പോൾ വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ഡ്രീംസ് മോൾ എന്നാണ് പേര്. അങ്ങനെ പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചിട്ട് ടാബ്ലറ്റ് കിട്ടിയില്ല. അങ്ങനെ പിന്നെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ഷോപ്പിൽ ചോദിക്കാൻ കയറി. അങ്ങനെ കയറി ഉണ്ണിക്കുട്ടനാട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്നെ കണ്ട ഒരു കാഴ്ചയാണ്. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം സമയമായപ്പോഴത്തേക്ക് മീനിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ വിശന്നിട്ട് ഇങ്ങനെ ദയനീയമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ആൾ. എന്തായാലും അങ്കിൾ ഇറങ്ങി വന്നിട്ട് 2-3 മീനെടുത്ത് അവർക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തോട്ട് മാറി വരുമ്പോഴത്തേക്ക് കാണാം ഒരാളല്ല 2 പേരുണ്ട്. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും കൊള്ളായിരുന്നു. അങ്ങനെ അവരതൊക്കെ കഴിച്ച് അവിടെ നിന്ന് അപ്പോഴത്തേക്ക് എന്നെ ഉണ്ണിക്കുട്ടൻ വീണ്ടും പോയിട്ട് വന്നു. എന്തായാലും ഇപ്രാവശ്യം ടാബ്ലറ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിനി നേരെ വീട്ടിലേക്ക് പോകട്ടെ. അവർക്കൊരു ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിടുവാണ്. അപ്പോൾ ഇനിയിപ്പം വൈകുന്നേരം ഇനി ചെന്നിട്ട് ഇന്നിപ്പോൾ ട്യൂഷനൊന്നുമില്ല. രാവിലെ തന്നെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി നേരെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ആശിക്കുട്ടനും ആമ്പിക്കുട്ടിയൊക്കെ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അവർക്ക് സ്റ്റാർ ഫ്രൂട്ട് വേണം. അവർ ഞങ്ങൾ വന്നിട്ടിങ്ങനെ പിച്ചാന്ന് പറഞ്ഞ് നിന്നേത്. അപ്പം അവർക്ക് ഇങ്ങനെ കുലുക്കി ഇടണ്ട, ഒരു തോട്ടിവടി ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മയെടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കമ്പ് ഒപ്പിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അവൻ തന്നെ പോയി ഒരു മുളക്കമ്പൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരു തോട്ടി പോലെയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവന് ഇഷ്ടമുള്ളത് നോക്കി അവൻ പിച്ച് എടുക്കുവാണ് ഇവിടെ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. കാരണം ഇതേവരെ ഈ ഒരു സാധനം അവരങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇലിമ്പിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് അത് പിച്ച് കൊണ്ടുപോയി കഴിക്കുന്നതാണ്. അങ്ങനെയാണ് പിന്നെ ഇത് കണ്ണിപ്പെട്ടത്. അങ്ങനെ പിന്നെ അവർ തന്നെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം പിച്ച് എടുക്കുക കേട്ടോ. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഇത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ മെയിനായിട്ട് 2 മരമാണുള്ളത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ. ഒരെണ്ണം തന്നെ എൻ്റെ ഫ്രണ്ട് ഈ ബ്ലറായിട്ട് നിൽക്കുന്ന ഒരെണ്ണം, പിന്നെ അവരെ പിച്ചി എടുക്കുന്നതാണ്. 2 മരമാണ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വെച്ചിട്ട് കുറേ നാളൊന്നും ആയിട്ടില്ല. ഇതെല്ലാം അമ്മയാണ് ഇതിൻ്റെ ആൾ. അങ്ങനെ ഇപ്രാവശ്യം എന്തായാലും 2ലും കുറേ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ഈ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഇലിമ്പിക്കൊക്കെ ഒരുപാട് ഇവിടെ ഒന്ന് വിളിച്ചാറുണ്ട്. പക്ഷേ ഈ ഒരു സാധനം അങ്ങനെ അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ അകത്ത് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കണമെന്നാണ്. എനിക്കാണെങ്കിൽ ഈ സാധനം വലിയ ഇഷ്ടമൊന്നുമില്ല. മുമ്പ് മിറാക്കിൾ ഫ്രൂട്ട് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴും മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ചെടിയുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഇപ്രാവശ്യം അതിൻ്റെ അകത്ത് കായൊന്നും പിടിച്ചിട്ടില്ല. മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇതുമായിട്ട് കഴിച്ച് നോക്കിയിട്ടുണ്ട്. ശരിക്കും പറയില്ല, നല്ല മധുരം കേട്ടോ. ആ ഒരു പുളിപ്പ് ഒട്ടും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതാണെങ്കിലും ഇലിമ്പിക്ക പുളിയാണെങ്കിലും കുറേ അങ്ങ് കഴിക്കുമ്പോഴത്തേക്ക് നാക്ക് പൊട്ടും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഇതൊക്കെ പിച്ചി എടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കഴിക്കേണ്ട, നാക്ക് പൊട്ടുമെന്ന്. അതൊന്നും സാരമില്ല, ഞങ്ങൾ കുറച്ചേ കഴിക്കത്തോളം എന്ന് പറഞ്ഞ് അവരെല്ലാം കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഏബലെന്ന് എന്താ ഈ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ പോയി എന്തായാലും മുളക് പൊടിയൊക്കെ എടുത്തിട്ട് വരാം, ഞങ്ങൾക്കിതെല്ലാം കൂടി മിക്സാക്കി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് തന്നെ അവൻ താണ്ട ഉണ്ടായിക്കൊണ്ട് എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്ന കേട്ടോ. കുറച്ച് ഉപ്പ്, മുളക് പൊടി, വെളിച്ചെണ്ണ എല്ലാം കൂടി ഒഴിച്ചിട്ട് ചതച്ച് കൊണ്ടുവന്നേക്കുവാണ്. പിന്നെ ഇത് ആമ്പി എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അവർക്ക് വീട്ടിൽ കൊണ്ടുവരുന്ന പറഞ്ഞ് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആശിക്കുട്ടൻ്റെയാണ്. അങ്ങനെ 3 പേരും 3 പാത്രങ്ങളിലാക്കി ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടൊന്നും കഴിക്കേണ്ട, നാക്ക് പൊട്ടുമെന്ന്. പക്ഷേ എന്തോ അവർക്ക് കഴിച്ചങ്ങ് ഹരമായിപ്പോയി. അവന് കുറച്ചും കൂടി എണ്ണയൊക്കെ വെച്ചിട്ട് അവർ തന്നെ കഴിക്കുകയാണ്. ശരിക്കും പറയാമല്ലോ, അത് കാണുമ്പോഴത്തേക്കിനെ വായിൽ വെള്ളം വരും. അതുപോലെ തന്നെ ഈ ഉപ്പും മുളക് പൊടിയും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ 3 പേരും 3 പാത്രത്തിലാക്കി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. വേറൊന്നുമല്ല, നാക്ക് പൊട്ടിയിട്ട് അവർക്കത് കഴിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും അവർ നിർത്തുന്നുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, നമുക്ക് കളയൊന്നും വേണ്ടെന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കഴിച്ചു. പിന്നെ കുറേ കളയാൻ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മളിവിടെ ലാസയും കുണിക്കൊക്കെ വൈകുന്നേരം ഫുഡ് കഴിക്കാനായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ നേരത്തെ ഞങ്ങൾ പോയി കുറച്ച് അഗസ്തിപ്പൂ പിച്ചു കേട്ടോ. ചീരയില്ലേ, ആ ചീരേൻ്റെ പൂവാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു തൈ അമ്മ കുറേ നാളായിട്ട് അന്വേഷിച്ച് കിടന്നതാണ്. അങ്ങനെ അവസാനം പിന്നെ ഓൺലൈനിൽ നിന്നാണ് ഇതിൻ്റെ ഒരു വിത്ത് മേടിച്ച് നട്ട് ഇപ്പോൾ നണ്ട അതിൻ്റെ അകത്ത് മൊത്തത്തിൽ ചീരയും പൂവൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പിച്ചി എടുക്കും കേട്ടോ വീട്ടിലേക്ക്. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. നല്ല ഡാർക്ക് മജന്ത കളറാട്ടോ. അതിൻ്റെ അകത്ത് പിന്നെ ഇലയൊന്നും പിച്ചിയില്ല, കൂടുതലും പൂക്കളാണ്. കാരണം ഒരുപാട് പൂക്കൾ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും ആമ്പിക്കുട്ടിയും കൂടി ചേർന്നിട്ടാണ് പൂക്കളെല്ലാം കൂടി പിച്ചി എടുക്കുന്നത്. അങ്ങനെ എന്തായാലും ആ ഒരു പരിപാടി ആ ഒരു സൈഡിൽ നടക്കുവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ലാസിയൊക്കെ ഫുഡ് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും അവരവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുവാണ്. എനിക്കാണെങ്കിൽ മൊട്ട് പിച്ചണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ഞാൻ അതും അതിൻ്റെ കൂട്ടത്തിൽ പിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. പിന്നെയെന്ന് വെച്ചാൽ രാവിലെ ട്യൂഷൻ കഴിഞ്ഞു, അതുകൊണ്ട് വൈകുന്നേരം ഇനി ഞങ്ങൾ ഫ്രീ ആണ്. അങ്ങനെ ആബിക്കുട്ടിയാണ് എൻ്റെ സഹായത്തിന് ഇപ്പം നിൽക്കുന്നത്. ആൾ കയ്യിലുണ്ടായിരുന്ന മറ്റേ പുളിയെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അവൾക്ക് നല്ല രീതിയിൽ നാക്ക് പൊട്ടിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞ എല്ലാവരും വീട്ടിൽ പോയി. ഞാനും പിന്നെ അകത്ത് കയറി കുളിച്ച് ഫ്രഷായി. ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് കഴിക്കുക എന്നുള്ളതാണ്. ഇത് ആരോമൽ വന്നപ്പോഴത്തേക്ക് മേടിച്ചുകൊണ്ടുവന്നതാട്ടോ. ഇത് വേറൊന്നുമല്ല, ഇതാണ് സ്ട്രോബെറി മൂസ്. കുറേ ആയിട്ട് കഴിക്കണം എന്ന് വിചാരിച്ചതാണ്. മുമ്പൊരിക്കൽ ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ലുലുവിൽ പോയിട്ട് ഇത് ഒരെണ്ണം എടുത്തതാട്ടോ. പാർക്കിംഗ് ഏരിയയിൽ വെച്ച് മറന്നുപോയി. വീടെത്തിയപ്പോഴത്തേക്കാണ് അതിൻ്റെ കാര്യം ആലോചിക്കുന്നത് തന്നെ. അന്ന് ഭയങ്കര വിഷമമായിരുന്നു. കാരണം 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി വലുതായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ഇത് മേടിക്കുന്നത്. അങ്ങനെ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കി. ടേസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞായിരുന്നല്ലേ, അതായത് ഈ സ്ട്രോബെറി ജാമിൻ്റെയും അതുപോലെ തന്നെ യോഗേർട്ടിൻ്റെ ടേസ്റ്റാട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയില്ല, എങ്കിലും നല്ല സോഫ്റ്റാണ് സാധനം. അപ്പോഴങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെയായിരുന്നു. അതോടുകൂടി അന്നത്തെ ആ ഒരു ഡേയും അങ്ങ് അവസാനിക്കുവാണ്. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.